കോതമംഗലം സ്വദേശിയായ സഹകരണ ബാങ്ക് ജീവനക്കാരന്റെ ജോലിക്കൊപ്പമുള്ള കൃഷി യുവാക്കൾക്കും സർക്കാർ സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്കും പ്രചോദനമാകുന്നു. പുതുപ്പാടി സ്വദേശി ലൈജു പൗലോസാണ് പാട്ടത്തിനെടുത്ത സ്ഥലത്ത് പ്ലാവിൻ തൈകൾ നട്ടുപിടിപ്പിച്ച് മികച്ച വിളവെടുക്കുന്നത്. വിളവെടുത്ത മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കൈമാറി മികച്ച വരുമാനവും ലൈജു സ്വന്തമാക്കുന്നുണ്ട്. കോതമംഗലം കാരക്കുന്നത്ത് പാട്ടത്തിനെടുത്ത സ്ഥലത്താണ് ലൈജു പൗലോസിന്റെ പ്ലാവിൻ തോട്ടമുള്ളത്. കോതമംഗലം സർവീസ് സഹകരണ ബാങ്കിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറിയും മികച്ച കർഷകൻ കൂടിയായുള്ള പുതുപ്പാടി വാഴാട്ടിൽ ലൈജു പൗലോസ് പ്ലാവിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള സമ്മിശ്ര കൃഷിയാണ് നടത്തുന്നത്. പാട്ടത്തിനെടുത്ത ഭൂമിയിൽ വിവിധയിനം ബഡ് പ്ലാവുകൾ നട്ടുപിടിപ്പിച്ച് വിളവെടുത്ത മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നതിനായി കുന്നുകര സർവീസ് സഹകരണ ബാങ്കിന് കൈമാറുകയാണ് ചെയ്യുന്നത്. ഇതോടൊപ്പം തെങ്ങ്, വിവിധയിനം ഫലവൃക്ഷങ്ങൾ തുടങ്ങിയവ കൃഷി ചെയ്തു വരുന്നുണ്ട്. വിവിധ ഇനത്തിൽപ്പെട്ട 200ഓളം കോഴികളും ലൈജു വളർത്തുന്നുണ്ട്. ഏത്തവാഴ, പൈനാപ്പിൾ, ചേന, കോളിഫ്ലവർ, ക്യാബേജ്, ചോളം തുടങ്ങിയ നിരവധി കൃഷികൾ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തിട്ടുള്ള ലൈജുവിന് അതിനെല്ലാം വിപണന മേഖലകൾ കണ്ടെത്താനും കഴിഞ്ഞിരുന്നു. രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പുള്ള 2 മണിക്കൂറാണ് കൃഷിക്കും കോഴികളുടെ പരിചരണത്തിനുമായി ലൈജു മാറ്റിവെക്കുന്നത്. ഇത് വിയറ്റ്നാം സൂപ്പർ എയർലി ഇനത്തിൽപ്പെട്ട ഒരു ചക്ക എടുത്താണ്. ഇതിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത ഇതിന് നല്ല മധുരമുണ്ട്. ഇപ്പോൾ വേറെ ഒരു ഇനമുണ്ട്, അത് അടുത്ത വർഷമാണ് കാച്ചു തുടങ്ങുള്ളൂ. അത് ചില റെഡ് കളർ കൂടുതലുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കഴിക്കുമ്പോൾ തന്നെ നല്ല മധുരമായിരിക്കും ഇതിന്. ഇത് ഡ്രൈ ഫ്രൂട്ട്സ് ആക്കി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് നല്ല മധുരം നമുക്ക് കിട്ടുന്നു എന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകത. നല്ല മധുരമുണ്ട്. കുട്ടികൾക്കാണെങ്കിലും ഇത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഇഷ്ടമാകും എന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകത. ജൈവ രീതിയിൽ നടത്തുന്ന കൃഷിക്ക് ഈ വർഷം നല്ല വിളവ് ലഭിച്ചിട്ടുണ്ടെന്നും താൻ പൂർണ്ണ സംതൃപ്തനാണെന്നും കൃഷിയുടമ ലൈജു പറഞ്ഞു. ഞാൻ പാട്ടത്തിനടുത്ത് പൈനാപ്പിൾ നട്ടുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നു. ഇതിനകത്ത് ഇപ്പോൾ ഞാൻ പുതിയതായിട്ട് ഞാൻ കൃഷി ചെയ്തിട്ടുള്ളത് പ്ലാവാണ് മെയിനായിട്ട്. പ്ലാവിൻ്റെ ഇടയ്ക്കോടെ ഞാൻ കുറച്ച് തെങ്ങ് നട്ടുപിടിപ്പിച്ചിട്ടുമുണ്ട്. ഏകദേശം ഇത് 1 ഏക്കർ സ്ഥലമാണുള്ളത്. ഞാൻ 200 പ്ലാവിൻ തൈ നട്ടുപിടിപ്പിച്ചതാണ്. അതിൽ 20ഓളം പ്ലാവിൻ തൈക്ക് ഡാമേജ് വന്ന് പോയി. എങ്കിലും 180ഓളം പ്ലാവിൻ തൈ ഇപ്പോൾ ഉണ്ട്. 30 തെങ്ങുമുണ്ട്. അതിൽ എനിക്ക് കഴിഞ്ഞ വർഷം എനിക്ക് ഏകദേശം ഒരു 300ഓളം ചക്ക കിട്ടി. അത് വലിപ്പം കുറവുള്ളതായിരുന്നു. ഈ വർഷം എനിക്ക് എന്താണെങ്കിലും നല്ല വിളവ് കിട്ടിയിട്ടുണ്ട്. ഞാനൊരു സഹകരണ ബാങ്കിലെ ജീവനക്കാരനായതുകൊണ്ട് എനിക്കത് മുഴുവൻ സമയം ഈ മറ്റ് പച്ചക്കറികൾ, മറ്റ് പൈനാപ്പിൾ കൃഷിയൊക്കെ ഉണ്ടായിരുന്ന അതിലേക്ക് ശ്രദ്ധിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ പ്ലാവ് കൃഷിയിലേക്ക് പതിയെ മാറിയത്. ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് കുന്നുകര സർവീസ് സഹകരണ ബാങ്കിനാണ് ഞാനിപ്പോൾ ഈ ചക്ക കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും നമുക്കൊരു നട്ട് കഴിഞ്ഞാൽ 2 വർഷത്തിനുള്ളിൽ നമുക്ക് റിട്ടേൺ കിട്ടുന്ന ഒരു കൃഷിയായി നമുക്ക് പ്ലാവ് കൃഷി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇഷ്ടംപോലെ ഉപഭോക്താക്കളുണ്ട്. ഇപ്പോൾ നേരിട്ട് വന്ന് പലരും എൻ്റെ അടുത്ത് വന്ന് ഫോണിലൂടെ അഭ്യർത്ഥിച്ച് 2ഉം 3ഉം ചക്കയായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആളുകളുണ്ട്. സാധാരണ കേരളത്തിൽ ഡിസംബർ ജാനുവരി മാസത്തിൽ ഈ ചക്ക ദൗർലഭ്യമുള്ള സമയമാണ്. ഏകദേശം മാർച്ച്, ഏപ്രിൽ, മെയ് മാസത്തോടുകൂടി ആവുക സ്വാഭാവികമായിട്ടും ചക്ക ലഭ്യത കിട്ടിത്തുടങ്ങുക. ആ സമയത്താണ് കിട്ടുന്ന ചക്കകളെല്ലാം പഴുത്ത് ധാരാളം നാടൻ പ്ലാവുകളിലെ ചക്കകളെല്ലാം അങ്ങനെ മനുഷ്യർക്ക് ഉപയോഗിക്കാൻ പറ്റാതെ പോകുന്നുണ്ട്. അതിനൊരു മാറ്റം എന്നുള്ള നിലയ്ക്കാണ് ഞാൻ പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ പ്ലാവ് കൃഷിയിലേക്കൊന്ന് മാറിയത്. 925 ഇറ്റാലിയൻ സിൽവർ ഓർണമെന്റ്സിന്റെ അതിവിപുലമായ ശേഖരമാണ് തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. എമറാൾഡ്, റൂബി, സഫൈർ തുടങ്ങി എല്ലാ ബർത്ത് സ്റ്റോണുകളും ഇവിടെ ലഭ്യമാണ്. തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ.